ഹലോ, വെൽക്കം ടു ടി ടി അക്കാഡമി. ഇന്ന് നമുക്ക് SCRT കുറിച്ച് നോക്കാം. LP-UP ഇൻ്റർവ്യൂവിൽ പ്രധാനമായും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് SCRT. ഒരു അധ്യാപിക എന്ന നിലയിൽ SCRT കുറിച്ചും അവയുടെ ചുമതലകളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ആദ്യമായി നമുക്ക് SCRTയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. SCRT എന്നാൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നതാണ്. തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ വിദ്യാഭ്യാസത്തിലെ പല ഏജൻസികളെക്കുറിച്ചും അവയുടെ ഫുൾ ഫോമും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. SCRT രൂപം കൊണ്ടത് 1994 ചെയർമാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ നമുക്ക് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പോസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രധാന ചുമതലകളെക്കുറിച്ച് നോക്കാം. പ്രധാന ചുമതലകൾ: പാഠ്യപദ്ധതി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉള്ള കൈപ്പുസ്തകം തയ്യാറാക്കുക, SRG, കോർ SRG എന്നിവ സംഘടിപ്പിക്കുക, SSLC, KTET, USS, LSS സിലബസ് തയ്യാറാക്കുക, നൂതന പഠനതന്ത്രങ്ങൾ തയ്യാറാക്കുക എന്നിവയാണ്. നമുക്ക് ഒന്നും കൂടെ നോക്കാം. പ്രധാന ചുമതലകൾ: പാഠ്യപദ്ധതി തയ്യാറാക്കുക, പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉള്ള കൈപ്പുസ്തകം തയ്യാറാക്കുക. കൈപ്പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് ബുക്കാണ്. ഹാൻഡ് ബുക്ക് തയ്യാറാക്കുക. SRG, കോർ SRG എന്നിവ സംഘടിപ്പിക്കുക, SSLC, KTET, USS, LSS സിലബസുകൾ തയ്യാറാക്കുക, നൂതന പഠനതന്ത്രങ്ങൾ തയ്യാറാക്കുക എന്നിവയാണ്. ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും SCRTയുടെ ചെയർമാൻ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് IAS ആണ്. അപ്പോൾ നമ്മളോട് ചോദിക്കാനുള്ള അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ നമുക്കറിയാതെ പോകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആരാണെന്നുള്ളത്. അത് റാണി ജോർജ് IAS ആണ്. അടുത്തത്, പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത് SCRTയുടെ ചുമതലകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാഠ്യപദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പാഠ്യപദ്ധതി എന്നാൽ ഔപചാരിക വിദ്യാഭ്യാസ കാലത്ത് ഒരു പഠിതാവ് സ്കൂളിനകത്തും പുറത്തുമായി കടന്നു പോകേണ്ട അനുഭവങ്ങളുടെ ആകെത്തുകയാണ് പാഠ്യപദ്ധതി. അപ്പോൾ പാഠ്യപദ്ധതി എന്താണെന്ന്, അതായത് റെഡിയാക്കുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കുന്നത് SCRT ആണ്, അതെന്താണെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതായി SRG എന്താണെന്ന് നോക്കാം. സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന അക്കാദമിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വിദ്യാലയത്തിൽ കൃത്യമായും ചിട്ടയായും നടപ്പിൽ വരുത്തേണ്ട ആസൂത്രണ സംവിധാനമാണ് SRG. അടുത്തത് കോർ SRG എന്താണെന്ന് നോക്കാം. ഓരോ വിഷയങ്ങൾക്കനുസരിച്ച് SRGക്ക് പരിശീലനം നൽകുന്ന സംവിധാനമാണ് കോർ SRG. അടുത്തതായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന LSS USS എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, LSS എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പും USS എക്സാം എന്ന് പറഞ്ഞാൽ അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പുമാണ്. ഇത് 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും വെച്ചാണ് നടപ്പിലാക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ഒരു ഏജൻസിയെക്കുറിച്ചും വിശദമായ വിവരങ്ങളോടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്